ബൈബിളിലെ 7-ാമത്തെ പുസ്തകത്തിൽ ആദ്യം കടന്നുവരുന്ന വ്യക്തിയുടെ പേര്? ഉത്തരം: ജോഷ്വ. ന്യായാധിപന്മാരുടെ ആദ്യ അധ്യായത്തിന്റെ ആരംഭത്തിൽ ആരുടെ മരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഉത്തരം: ജോഷ്വയുടെ. ജോഷ്വയുടെ മരണശേഷം ആരോട് യുദ്ധം ചെയ്യാനാണ് തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരായുന്നത്? ഉത്തരം: കാനാൻ നിവാസികളോട്. കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെയെന്നാണ് കർത്താവ് നിർദ്ദേശിക്കുക? ഉത്തരം: യൂദാ. ന്യായാധിപന്മാരുടെ ആദ്യ അധ്യായാരംഭത്തിൽ പ്രതിപാദിക്കുന്ന സഹോദരങ്ങൾ? ഉത്തരം: യൂദാ, ശിമെയോൻ. തനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പ്രദേശത്തേക്ക് തന്നോട് കൂടെ വരാൻ യൂദാ ക്ഷണിക്കുന്നത് ആരെയാണ്? ഉത്തരം: സഹോദരൻ ശിമെയോനെ. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ പരസ്പരം സഹായിക്കാനുള്ള മനോഭാവം പുലർത്തുന്ന സഹോദരന്മാർ? ഉത്തരം: യൂദാ, ശിമെയോൻ. യൂദാ, ശിമെയോൻ ഗോത്രങ്ങൾ എന്നിവരുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ച ജനവിഭാഗങ്ങൾ? ഉത്തരം: കാനാന്യർ, പെരീസ്യർ. യൂദാ, ശിമെയോൻ ഗോത്രങ്ങൾ എന്നിവർ കാനാന്യരെയും പെരീസ്യരെയും തോൽപ്പിച്ച സ്ഥലം? ഉത്തരം: ബസേക്ക്. യൂദാ, ശിമെയോൻ ഗോത്രങ്ങൾ എന്നിവർ ബസേക്കിൽ വച്ച് എത്ര പേരെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം: 10,000. ബസേക്കിൽ വച്ച് യൂദാ, ശിമെയോൻ ഗോത്രങ്ങൾ യുദ്ധം ചെയ്തത് ഏത് രാജാവിനോട് ആയിരുന്നു? ഉത്തരം: അദോണിബസേക്കിനോട്. യൂദ, ശിമെയോൻ ഗോത്രങ്ങൾ ആരെ പിടിച്ചാണ് കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞത്? ഉത്തരം: അദോണിബസേക്കിനെ. അദോണിബസേക്കിന്റെ മേശയ്ക്ക് കീഴിൽ കൈകാലുകളുടെ പെരുവിരൽ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 70. ന്യായാധിപന്മാരുടെ ആദ്യ അധ്യായത്തിൽ താൻ ചെയ്തതുപോലെ ദൈവം തന്നോട് ചെയ്തുവെന്ന് വിലപിക്കുന്നത് ആര്? ഉത്തരം: അദോണിബസേക്ക്. ജെറുസലേം രാജാവായ അദോണിബസേക്ക് മരിച്ചത് എവിടെ വച്ചാണ്? ഉത്തരം: ജെറുസലേം. ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കി നഗരത്തിന് തീവച്ച ഇസ്രായേൽ ഗോത്രമേത്? യൂദാ ഗോത്രം. നെഗെബിൽ മലയോരങ്ങളിലും താഴ്വാരകളിലും താമസിച്ചിരുന്നതായി ന്യായാധിപ ഗ്രന്ഥത്തിലെ ആദ്യ അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന ജനവിഭാഗം? ഉത്തരം: കാനാന്യർ. ഫെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്ത ഇസ്രായേൽ ഗോത്രം? ഉത്തരം: യൂദാ ഗോത്രം. ഹെബ്രോൺ പണ്ട് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഉത്തരം: കിരിയാത്ത് അർബാ. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്ത യൂദാ ഗോത്രം പരാജയപ്പെടുത്തിയ 3 പേർ? ഉത്തരം: ഷേഷായി, അഹിമാൻ, തൽമായി. ദബീറിന്റെ പഴയ പേര്? ഉത്തരം: കിരിയാത്ത് സേഫർ. ഷേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തിയ ശേഷം യൂദാ ഗോത്രം യുദ്ധം ചെയ്തവരോടാണ്? ഉത്തരം: ദബീർ ദേശക്കാരോട്. കാലേബിന്റെ മകൾ? ഉത്തരം: അക്സ. ബൈബിളിലെ 7-ാമത്തെ പുസ്തകത്തിൽ കടന്നുവരുന്ന ആദ്യ സ്ത്രീ? ഉത്തരം: അക്സ. കിരിയാത്ത് സേഫർ ആക്രമിച്ചു കീഴടക്കുന്നവന് തന്റെ മകളെ ദാരിയായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതാര്? ഉത്തരം: കാലേബ്. കാലേബിന്റെ ഇളയ സഹോദരൻ? ഉത്തരം: കെനാസ്. കാലേബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രനാര്? ഉത്തരം: ഒത്നിയേൽ. കിരിയാത്ത് സേഫർ ദേശം പിടിച്ചടക്കിയ വ്യക്തി? ഉത്തരം: ഒത്നിയേൽ. പിതാവായ കാലേബിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അക്സ നിർബന്ധിക്കുന്നത് ആരെയാണ്? ഉത്തരം: ഒത്നിയേലിനെ. പിതാവിനോട് തനിക്ക് ഒരു സമ്മാനം തരണമെന്നാവശ്യപ്പെടുന്ന മകൾ? ഉത്തരം: അക്സ. നെഗബിൽ പാർക്കുന്ന അക്സ സമ്മാനമായി തനിക്ക് തരണമെന്ന് പിതാവായ കാലേബിനോട് ആവശ്യപ്പെടുന്നതെന്താണ്? ഉത്തരം: ഏതാനും നീർച്ചാലുകൾ. അക്സായുടെ ആവശ്യപ്രകാരം കാലേബ് അവർക്ക് നീർച്ചാലുകൾ വിട്ടുകൊടുത്തതെവിടെയാണ്? ഉത്തരം: മലയിലും താഴ്വരയിലും. ന്യായാധിപന്മാരുടെ 1-ാം അധ്യായമനുസരിച്ച് മോശയുടെ അമ്മായിയപ്പൻ ആര്? ഉത്തരം: കേന്യൻ. ആരുടെ പിൻഗാമികളാണ് യൂദാ ഗോത്രക്കാരുടെ കൂടെ യൂദാ മരുഭൂമിയിലേക്ക് പോയത്? ഉത്തരം: കേന്യന്റെ പിൻഗാമികൾ.
മോശയുടെ അമ്മായിയപ്പൻ ആയ കേന്യന്റെ പിൻഗാമികൾ എവിടെ നിന്നുമാണ് യൂദാ ഗോത്രക്കാരുടെ കൂടെ നെഗബിൽ ആരാദിന് സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയത്? ഉത്തരം: ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന്. മരുഭൂമിയിലെത്തിയ ശേഷം യൂദാ സഹോദരനായ ശിമെയോനോട് ചേർന്ന് പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചത് ആരെയാണ്? ഉത്തരം: സേഫാത്ത് നിവാസികളായ കാനാന്യരെ. സേഫാത്ത് പട്ടണത്തിന് ലഭിച്ച മറ്റൊരു പേര്? ഉത്തരം: ഹോർമ. ഗാസ, അഷ്കലോണ്, എക്രോൻ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും കൈവരക്കെടുത്തിയ ഇസ്രായേൽ ഗോത്രമേത്? ഉത്തരം: യൂദാ ഗോത്രം. യൂദ ശിമെയോൻ ഗോത്രങ്ങൾ മലമ്പ്രദേശങ്ങൾ സ്വന്തമാക്കിയെങ്കിലും അവർക്ക് താഴ്വര നിവാസികളെ തുരത്താൻ കഴിയാത്തതിനാലായിരുന്നു. ഉത്തരം: ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ. മോശ പറഞ്ഞിരുന്നതുപോലെ കാലെബിന് ലഭിച്ച പട്ടണം? ഉത്തരം: ഹെബ്രോണ്. അനാക്കിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 3. അനാക്കിന്റെ 3 പുത്രന്മാരെ ഫെബ്രോണിൽ നിന്ന് പുറത്താക്കിയതാരാണ്? ഉത്തരം: കാലേബ്. ജെറുസലേം നിവാസികളാരെന്നാണ് ന്യായാധിപന്മാരുടെ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: ജബൂസ്യർ. ജെറുസലേം നിവാസികളായ ജബൂസ്യരെ പുറത്താക്കാൻ സാധിക്കാത്ത ഇസ്രായേൽ ഗോത്രം ഏത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രം. ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ഇന്നും താമസിക്കുന്ന ജനവിഭാഗം? ഉത്തരം: ജബൂസ്യർ. ബഥേലിനെതിരെ പുറപ്പെട്ട ഇസ്രായേൽ ഗോത്രം ഏത്? ഉത്തരം: ജോസഫിന്റെ ഗോത്രം. കർത്താവ് ആരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് 1-ാം അധ്യായത്തിൽ പരാമർശിക്കുക? ഉത്തരം: യൂദാ, ജോസഫ്. ബഥേലിന്റെ മറ്റൊരു പേര്? ഉത്തരം: ലൂസ്. ബഥേൽ ഒറ്റുനോക്കാന് ജോസഫിന്റെ ഗോത്രമേച്ച ചാരന്മാർ നഗരത്തിൽ നിന്ന് 6 വെളിയിലേക്ക് വരുന്നതാണ് കണ്ടത്? ഉത്തരം: ഒരാൾ. നഗരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നയാളോട് ബഥേൽ നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ എപ്രകാരം വർത്തിക്കുമെന്നാണ് ചാരന്മാർ വാഗ്ദാനം ചെയ്യുന്നത്? ഉത്തരം: ദയാപൂർവം. ജോസഫ് ഗോത്രമേച്ച ചാരന്മാർക്ക് ബഥേൽ നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തയാൾ ഒരു നഗരം പണിതെവിടെയാണ്? ഉത്തരം: ഹിത്യരുടെ നാട്ടിൽ. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ അടിമവേല ചെയ്യിച്ചതാരെ കൊണ്ടാണ്? ഉത്തരം: കാനാൻകാരെ. ഗസ്സർ പ്രദേശത്ത് നിവസിക്കുന്ന കാനാന്യരെ പുറത്താക്കാത്ത ഇസ്രായേൽ ഗോത്രം? ഉത്തരം: എഫ്രായിം. സെബുലൂൺ ഗോത്രം ഏത് നഗരങ്ങളിലെ നിവാസികളെയാണ് പുറത്താക്കാത്തത്? ഉത്തരം: കിത്രോൻ, നഹലേൽ. കിത്രോൻ, നഹലേൽ എന്നീ നഗരങ്ങളിലെ കാനാൻ നിവാസികൾ ആരുടെ ഇടയിലാണ് അടിമകളായി ജീവിച്ചത്? ഉത്തരം: സെബുലൂൺ ഗോത്രക്കാരുടെ. ആഷേർ ഗോത്രം എത്ര പ്രദേശങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ലെന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം: 7. തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചുവെന്ന് പരാമർശിക്കുന്ന ഇസ്രായേൽ ഗോത്രം? ഉത്തരം: ആഷേർ ഗോത്രക്കാർ. ബേത്ഷെമെഷ്, ബേത്നാത്ത് എന്നിവിടങ്ങളിലെ നിവാസികളെ പുറത്താക്കാത്തത് ഏത് ഇസ്രായേൽ ഗോത്രമാണ്? ഉത്തരം: നഫ്താലി ഗോത്രം. നഫ്താലി ഗോത്രത്തിന് അടിമകളായി തീർന്നത് ഏത് പ്രദേശത്തെ നിവാസികളാണ്? ഉത്തരം: ബേത്ഷെമെഷ്, ബേത്നാത്ത്. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ട ജനവിഭാഗം? ഉത്തരം: അമോര്യർ. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ട അമോര്യർ അവരെ എവിടേക്ക് നീങ്ങുന്നതിനാണ് അനുവദിക്കാത്തത്? ഉത്തരം: താഴ്വരയിലേക്ക്. ഹാർഹെറെസ്, അയ്യാലോണ്, ഷാൽബീം എന്നിവിടങ്ങളിൽ താമസം തുടർന്നതാരാണ്? ഉത്തരം: അമോര്യർ. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ട താഴ്വരയിലേക്ക് നീങ്ങാൻ അനുവദിക്കാത്ത അമോര്യരുടെ മേൽ ശക്തിപ്പെട്ട ഇസ്രായേൽ ഗോത്രം? ഉത്തരം: ജോസഫിന്റെ ഗോത്രം. ന്യായാധിപന്മാരുടെ 1-ാം അധ്യായത്തിലെ വാക്യങ്ങൾ? ഉത്തരം: 36.